ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, അത് അർജുൻ ആയെങ്കിയായാലും ടി ജി മോഹൻദാസ് ആയാലും രണ്ട് തരത്തിൽ സമൂഹത്തിന് ബാധ്യതയായ രണ്ടുപേർ. പക്ഷേ ഇവരെയൊക്കെ പോലീസ് പൊക്കുമ്പോൾ അവരെ പിന്തുണച്ചുകൊണ്ട് കുറേ ആളുകൾ, സൈബറിടങ്ങളിലൊക്കെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ആളുകൾ, ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെയും പിന്തുണയ്ക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരു വിഭാഗമെങ്കിലും കേരളത്തിലുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഈ മോഹൻദാസ് ഇത് പറഞ്ഞിട്ട് 2 ആഴ്ചയോളമായി. അത് സോഷ്യൽ മീഡിയ വന്നപ്പോ തന്നെ എനിക്കുണ്ടായ ദേഷ്യം എത്രയാന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചത് ആ രാത്രി തന്നെ ഈ മോഹൻദാസിനെ പോലീസ് പൊക്കുമെന്നാ വിചാരിച്ചേ. എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അതിശയമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വിഷം തുപ്പുന്ന കുറെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കുറവുള്ളത് തന്നെ ആ ഒരു കുറവ് നികത്തുന്നത് ഇതുപോലുള്ള മോഹൻദാസിനെ പോലുള്ള ആൾക്കാരാണ്. ആൾക്കാർക്ക് ഇത് ടി വിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കുടുംബസഹിതം താമസിക്കുന്ന ആർക്കെങ്കിലും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇദ്ദേഹം പറയുന്നത്? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവരെ ആ സമയത്ത് തന്നെ പൊക്കിയില്ല എന്നുള്ളതാണ് സംശയം. എനിക്ക് തോന്നുന്നത് ഇത് ആയങ്കിയുടെ വിഷയം വന്നു കഴിഞ്ഞപ്പോ രണ്ടും കൂടെ തുലനം ചെയ്ത് കമ്പാരിസൺ വന്നപ്പോ ആയങ്കിയെ പിടിച്ചു, എന്തുകൊണ്ട് മോഹൻദാസിനെ പിടിച്ചില്ല എന്നൊരു ചോദ്യം വന്നപ്പോ നിവൃത്തിയില്ലാതെ സർക്കാർ ഇങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ആയങ്കി വിഷയം ഈ സമയത്ത് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മോഹൻദാസിനെ പിടിക്കൂലായിരുന്നു. സംസ്കാരമുള്ള ആർക്കും ഈ ആയങ്കിയെ അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ, രാഷ്ട്രീയമായി പറയുമ്പോൾ പിടിച്ചത് നല്ല കാര്യം, പിടിക്കാൻ വൈകി എന്നത് യാഥാർത്ഥ്യം. സമാനമായ കേസുകളൊക്കെ ഇടതുപക്ഷ ഭരണകാലത്തും ഉണ്ടായപ്പോൾ അവിടെ ഈ മട്ടിൽ അറസ്റ്റുകളോ അല്ലെങ്കിൽ ഈ മട്ടിൽ പെട്ടെന്നുള്ള നടപടികളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ, എന്തായാലും പറഞ്ഞോളൂ. അതായത് ഇതിനേക്കായി വിഷം തുപ്പിയ ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടുത്തെ ശിവസേനയുടെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, ബാൽ താക്കറെ. അദ്ദേഹം അവിടെ തുപ്പിയ വിഷങ്ങളൊക്കെ എന്തുമാത്രം ഉണ്ടായിരുന്നറിയാം. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്താൽ മഹാരാഷ്ട്ര കത്തുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല. കേരളത്തിലെ അന്തരീക്ഷം മൊത്തം വേറെയാണ്. അതുകൊണ്ട് അത് സംഭവിക്കുകയൊന്നുമില്ല. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കാം. ഇനിയും സംഭവിക്കുമ്പോഴും 24 മണിക്കൂറിനകം ഇതുപോലുള്ള ആൾക്കാരെ അഴികൾക്കുള്ളിലാക്കുമെന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ആൾക്കാർ ഇത് ചെയ്യില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിയില്ല എന്ന് ബൈബിളിൽ പറയുന്ന പോലെ അവർ മനസ്സിലാക്കുന്നില്ല അവർ ചെയ്യുന്ന ദ്രോഹം എത്രയാണെന്ന്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എന്ന് പറഞ്ഞാല് കലാപകലുഷിതമാക്കാനുള്ളതല്ല, മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാനുള്ളതാണ്. അത് കലുഷിതമാക്കുന്ന, അതിന് ഭീഷണിയാകുന്ന, ഭംഗം വരുത്തുന്ന ആരെയും വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ താമസിച്ചു, ഇനി ഇത് ആവർത്തിക്കരുതെന്നേ പറയാനുള്ളൂ. ശരി, അയങ്കിയെ കുറിച്ച് എന്താണ്, അയങ്കിയെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയങ്കി ആരും പിന്തുണച്ചു? ഞാൻ പിന്തുണച്ചോ? ഞാൻ പിന്തുണച്ചൊന്നുമില്ല. ഇത് നമ്മുടെ മലയാളത്തിൽ ചൊല്ലില്ലേ, അമ്മയെ തല്ലിയാലും 2 പക്ഷം ഉണ്ടെന്ന്. ശരി, അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നൊരു ചൊല്ലി മലയാളത്തിലുള്ളത് പോലെ അങ്ങനെ മറ്റേ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ നമ്മൾ അപലപിക്കണം, അവരെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആയെങ്കി ആയാലും മോഹൻദാസ് ആയാലും പിന്നെ ഉണ്ടല്ലോ കഥാപാത്രങ്ങള്. ശശികല എന്ന് പറയുന്ന ഒരു ടീച്ചർ, അവര് ടീച്ചർ എന്ന് പറയുകയും പക്ഷെ അവർ തുപ്പുന്നതൊക്കെ വിഷമല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നത്. ശരിക്കും രാജ്യദ്രോഹി എന്ന് വിളിക്കേണ്ട ഇവരെയൊക്കെയാ. എനിക്ക് പറയാനുള്ളത്. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എന്ത് പറയും എന്നിങ്ങനെ അറിയാൻ കാത്തിരിക്കുന്ന കുറേയേറെ ആളുകളുണ്ട് എന്ന് നമ്മുടെ കമന്റ് വായിച്ചപ്പോൾ മനസ്സിലായി. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള ഈ ചർച്ച ഒരു ബാലൻസ് ആയി പോയി. ആയങ്കിയുടെയും ടി ജി മോഹൻദാസിന്റെ ഒപ്പം എടുത്തത് അത് പലർക്കും പല ഗുണവും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.